SFIയുടെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന ജി സുധാകരൻ. സുധാകരൻ മത്സരരംഗത്ത് ഇറങ്ങിയതിനെ മുഖ്യമന്ത്രി പിണറായി വിശേഷിപ്പിച്ചത് ചെറ്റത്തരം എന്നാണ്. ചെറ്റ എന്ന് വിളിക്കുന്നതിന് തുല്യമായ പ്രയോഗം തന്നെയാണ്, പരാമർശം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയത്. ആലോചിച്ചു നോക്കൂ, BSM പിണറായിയുമായി ഏറ്റുമുട്ടിയിരുന്ന കാലത്ത് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങിപ്പോയ സന്ദർഭത്തിൽ പാർട്ടിയെയും പിണറായിയെയും ഔദ്യോഗിക പക്ഷത്തെയും പിടിച്ചു നിർത്തിയത് ജി സുധാകരൻ്റെ സംഘടനാ വൈഭവവും മെയ്വഴക്കവുമായിരുന്നു. അങ്ങനെ ഏത് കാലത്തും പ്രതിസന്ധികളിൽ പാർട്ടിക്ക് വേണ്ടി അവസാന കാലത്ത് രാഷ്ട്രീയ ഗുരുവായിരുന്ന VSനെ പോലും തള്ളിപ്പറഞ്ഞ് പിണറായിയോടൊപ്പം നിലയുറപ്പിച്ച ജി സുധാകരനെ ചെറ്റ എന്ന അർത്ഥത്തിൽ വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി കാണിച്ചത് തികഞ്ഞ നന്ദികേടാണ്. MT വാസുദേവൻ നായർ പറഞ്ഞതുപോലെ ഓർമ്മ ഒരു ശാപവും മറവി ഒരു അനുഗ്രഹവുമാണ്. രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മറവി ഒരു അനുഗ്രഹമാണ്. എല്ലാം മറക്കാൻ കഴിയണം. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്ന, പലവട്ടം പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും അത് വേണ്ടെന്ന് വെച്ച MA ബേബിക്കും കോടിയേരിക്കും മുമ്പ് PBയിൽ എത്താമായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച ത്യാഗസമ്പന്നനായ നേതാവാണ് ജി സുധാകരൻ. ആ ജി സുധാകരനെ പ്രായപരിധി കഴിഞ്ഞു എന്ന് പറഞ്ഞു മാത്രം രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന്, മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയ പാർട്ടി സുധാകരനെ മാത്രമല്ല ഐസക്കിനെയും AK ബാലനെയും എല്ലാം മാറ്റി നിർത്തി. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിലും അതിനു മുമ്പ് VS സർക്കാരിലും താൻ സമർത്ഥനായ മന്ത്രിയാണെന്ന്, മുഖ്യമന്ത്രിയാകാൻ പോലും യോഗ്യനാണെന്ന് തൻ്റെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ച മന്ത്രിയായിരുന്നു. ദേവസ്വം മന്ത്രിയായിട്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുമുള്ള സുധാകരൻ്റെ പ്രവർത്തനങ്ങൾ. സുധാകരനായിരുന്നു ദേവസ്വം മന്ത്രിയെങ്കിൽ ഇന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന സ്വർണ്ണക്കൊള്ള ഒരിക്കലും ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അങ്ങനെ അഴിമതിയുടെ കൂത്തരങ്ങായ ദേവസ്വം വകുപ്പിനെയും അഴിമതിക്ക് കുപ്രസിദ്ധി നേടിയ പൊതുമരാമത്ത് വകുപ്പിനെയും അഴിമതിരഹിതമായ വകുപ്പുകളായി കൊണ്ടുപോയ മന്ത്രിയായിരുന്നു ജി സുധാകരൻ. അങ്ങനെയുള്ള ജി സുധാകരനെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും തൻ്റെ ഓഫീസ് സെക്രട്ടറിയായി ഒപ്പമുണ്ടായിരുന്ന ആളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കുകയും ആ മത്സരത്തിൽ സുധാകരൻ വേണ്ടത്ര പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ് ഇളമരം കരിമിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷൻ വരികയും അദ്ദേഹത്തെ ശാസിക്കുകയും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടും കഴിഞ്ഞ 5 കൊല്ലം അച്ചടക്കമുള്ള സഖാവായി സുധാകരൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ അപമാനവും അവഹേളനവും ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്ന് തുടങ്ങി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പരിഹാസച്ചിരി വരെ എത്തിയപ്പോഴാണ് മറ്റ് മാർഗങ്ങളില്ലാതെ അദ്ദേഹം കലാപക്കൊടി ഉയർത്തിയത്. അപ്പോൾ ചെറ്റത്തരം ആണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ചെറ്റ എന്ന വാക്കിൻ്റെ അർത്ഥം സുധാകരൻ പറഞ്ഞു. കാരണം ചെറ്റക്കുടിലിൽ താമസിക്കുന്ന ആളുകളെ, ചേരി നിവാസികളെ, കുടിൽ നിവാസികളെ സവർണർ, സമ്പന്നർ ഉച്ചത്തോടെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ചെറ്റ. ഒരു കാലത്ത് തൻ്റെ യൗവനകാലത്ത് ഓലക്കുടിലിൽ ചാണകമെഴുകിയ നിലത്ത് അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് താൻ വളർന്നത്. പിന്നീടാണ് സഹോദരന് ജോലി ലഭിച്ചതും ഒരു വീട് വെച്ചതും മറ്റും. അപ്പോൾ ദീർഘകാലം മന്ത്രിയായിരുന്നിട്ടും MLA ആയിരുന്നിട്ടും വലിയ സമ്പാദ്യമൊന്നുമില്ലാത്ത ഭാര്യ ജൂബിലിക്ക് പ്രൊഫസർ
ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ആ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ത്യാഗപൂർണമായി ഏതു കാലത്തും പാർട്ടിയിൽ അടിയുറച്ചു നിന്ന ഒരു സഖാവ് ആശയപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് അവഗണന സഹിക്കാൻ വയ്യാതെ പാർട്ടി വിട്ടുപോയാൽ അയാൾ ചെറ്റയായി മാറുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സമയത്ത് പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിക്കെതിരെ മത്സരിച്ച NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. ഒരു വട്ടമല്ല 3 വട്ടം പരനാറി എന്ന് വിശേഷിപ്പിച്ചു. അതോടെ മുൻ മന്ത്രിയായിരുന്ന MA ബേബി കൊല്ലത്ത് പരാജയപ്പെട്ടു. അന്ന് വിജയം കുറിച്ച പ്രേമേന്ദ്രൻ ആവർത്തിച്ച് കൊല്ലത്ത് നിന്ന് പാർലമെൻറ്റിൽ എത്തുകയും പാർലമെൻറ്റിലെ ഏറ്റവും സമർത്ഥനായ MPക്കുള്ള അവാർഡ് പലവട്ടം വാങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ താമരശ്ശേരി ബിഷപ്പിനെ ഒരു ഘട്ടത്തിൽ നികൃഷ്ടജീവി എന്നാണ് വിശേഷിപ്പിച്ചത്. TP ചന്ദ്രശേഖരനെ കുലം കുത്തി എന്ന് ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഒഞ്ചിയത്ത് പോയി വിളിക്കാൻ പിണറായിക്കൊരു മടിയുമുണ്ടായില്ല. അപ്പോൾ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ആയി 1ാം ഭരണത്തിൽ അധികാരമേറ്റപ്പോൾ അദ്ദേഹം എടുത്ത ഒരു നിലപാട് നാം മറന്നുകൂടാ. എല്ലാ ബുധനാഴ്ചയും മുഖ്യമന്ത്രിമാർ നടത്തി വന്നിരുന്ന ബ്രീഫിംഗ് മാധ്യമപ്രവർത്തകരെ കണ്ട് മന്ത്രിസഭാ തീരുമാനങ്ങൾ പറയുന്ന പതിവ് വേണ്ടെന്ന് വെച്ച മുഖ്യമന്ത്രിയാണ് പിണറായി. പക്ഷേ അതേ പിണറായി പ്രളയകാലത്തും കോവിഡ് കാലത്തും എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുകയും അവരോട് സംസാരിക്കുകയും സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും മാധ്യമങ്ങളെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ഇപ്പോഴിതാ 10 കൊല്ലം ഭരണം പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ അദ്ദേഹം ലോകത്തെ എല്ലാ മാധ്യമങ്ങളുമായും സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം തന്നെ 4-5 മാധ്യമങ്ങളെ കണ്ട് സംവാദം നടത്തുകയാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തെ ആദ്യം അഭിമുഖം നടത്തിയ ഏഷ്യാനെറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ അന്ന് നടത്തിയ ആ അഭിമുഖം വലിയ മൈലേജാണ് 2ാം ഭരണത്തിലേക്ക് എത്താൻ ഇടതുപക്ഷത്തെ സഹായിച്ചത്. പക്ഷേ 2ാം പിണറായി സർക്കാർ അതിന് പ്രത്യുപകാരമായി സിന്ധു സൂര്യകുമാറിനെ തന്നെ പ്രതിയാക്കി കേസെടുത്ത് ഏഷ്യാനെറ്റിൻ്റെ എല്ലാ ബ്യൂറോകളും റെയ്ഡ് ചെയ്തു. ആ കേസ് ഒടുവിൽ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. വ്യാജവാർത്ത സൃഷ്ടിച്ചു എന്ന പേരിലാണ് ആ കള്ളക്കേസ് എടുത്തത്. ഇന്നിപ്പോൾ വീണ്ടും അതേ സിന്ധു സൂര്യകുമാറും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പിണറായി പുറത്താക്കിയ മാധ്യമപ്രവർത്തകരും പത്രാധിപന്മാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളുമെല്ലാം പിണറായിയുടെ അഭിമുഖത്തിനായി ക്യൂ നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലുമായി പിണറായി നടത്തിയ അഭിമുഖത്തിന് ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഫണ്ടിൽ നിന്ന് ചിലവിട്ടുവെന്നാണ്. ആലോചിച്ചു നോക്കൂ, നടനായ മോഹൻലാലുമായി ഒരു അഭിമുഖം നടത്താൻ ഇരുവർ എന്ന പേരിൽ വന്ന ആ അഭിമുഖം, അതിൻ്റെ പ്രൊഡക്ഷൻ ചെലവ് മാത്രമാണ് ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിട്ടത്. മുഖ്യമന്ത്രി വിളിച്ചാൽ ഒരു പ്രതിഫലവും വാങ്ങാതെ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും തയ്യാറാകുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിൽ നിന്ന് പണം ചിലവിട്ടത്?